തിയേറ്ററുകളിൽ ഒന്നിലധികം ചിത്രങ്ങൾ ഒരേ സമയം മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നത് അപൂർവമാണ്. ആ അപൂർവതയാണ് മലയാള സിനിമയിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നെസ്ലിൻ, മമിത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് AD സംവിധാനം ചെയ്ത പ്രേമലു എത്തിയതോടെയാണ് ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചത്. ഫെബ്രുവരി 9 പ്രേമലു തിയേറ്ററുകളിൽ എത്തിയത്. പിന്നാലെ എട്ടിലും മട്ടിലും പുതുമയുമായി മമ്മൂട്ടിയുടെ ഭ്രമയുഗവും തിയേറ്ററുകളിൽ എത്തി. ഇത് കരുക്കള്, ഇത് രണ്ടും പകിടം. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗ്യം പോലെയാ. ഫെബ്രുവരി 15 ഭ്രമയുഗത്തിന്റെ റിലീസ്. ഈ ചിത്രവും മികച്ച അഭിപ്രായങ്ങൾ നേടിയതോടെ സോഷ്യൽ മീഡിയയിൽ പ്രേമയുഗം എന്ന ടാഗ് രൂപപ്പെട്ടു. തികച്ചും വ്യത്യസ്തമായ ജോണറിൽപ്പെടുന്ന ഇരു ചിത്രങ്ങളും പ്രേക്ഷക പിന്തുണ നേടി മുന്നേറുമ്പോഴാണ് മൂന്നാമതൊരു ചിത്രം കൂടി എത്തി മികച്ച അഭിപ്രായം നേടിയെടുക്കുന്നത്. യുവതാരനിരയെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമ്മൽ ബോയ്സ് എന്നാണ് ട്രെൻഡിനെത്തിച്ചേർന്ന പുതിയ ചിത്രം. മലയാള സിനിമയുടെ സീൻ മാറ്റിയ ഐറ്റം എന്നാണ് മഞ്ഞുമ്മൽ ബോയ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. ഇതോടെ പ്രേമയുഗം എന്ന ടാഗ് ഒന്നുകൂടി വലുതാക്കിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. പ്രേമയുഗം ബോയ്സ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ ടാഗുകൾ. ഭ്രമയുഗം നിർമ്മാതാവ് ചക്രവർത്തി രാമചന്ദ്ര അടക്കമുള്ളവർ ഈ ടാഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളം ഇൻഡസ്ട്രിയിലെ ഹാട്രിക് ഹിറ്റിനെ മറ്റു ഭാഷകളിൽ നിന്നുള്ള അനലിസ്റ്റുകളും പ്രേക്ഷകരടക്കം കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ് മലയാള സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.